ഇനി പുതുക്കിയ പാർട്ടി. സംസ്ഥാന നേതൃനിരയിൽ വലിയ മാറ്റവുമായി സിപിഎം. തലമുറ മാറ്റം വ്യക്തമാക്കും വിധം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സമ്മേളനം പുനഃസംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിൽ 8 പുതുമുഖങ്ങളെയും സംസ്ഥാന സമിതിയിൽ 16 പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തി. മുഹമ്മദ് റിയാസ്, എം സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ, VN വാസവൻ, സജി ചെറിയാൻ, KK ജയചന്ദ്രൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് 17 അംഗങ്ങളുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പേര് ഞാൻ വായിക്കാം. 1 സഖാവ് പിണറായി വിജയൻ, 2 EP ജയരാജൻ, 3 PK ശ്രീമതി, 4 തോമസ് ഐസക്, 5 AK ബാലൻ, 6 TP രാമകൃഷ്ണൻ, 7 KN ബാലഗോപാൽ, 8 P രാജീവ്, 9 KK ജയചന്ദ്രൻ, 10 ആനാവൂർ നാഗപ്പൻ, 11 VN വാസവൻ, 12 സജി ചെറിയാൻ, 13 M സ്വരാജ്, 14 മുഹമ്മദ് റിയാസ്, 15 PK ബിജു, 16 പുത്തലത്ത് ദിനേശൻ. പുതുതായി 8 പേരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സെക്രട്ടറിയും കൂടി ചേരുമ്പോൾ 17 അംഗ സെക്രട്ടേറിയറ്റാണ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. സംസ്ഥാന കമ്മിറ്റി എടുത്ത മറ്റൊരു തീരുമാനം, സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാക്കളായി സഖാവ് ജോൺ ബ്രിട്ടാസിനെയും ബിജു കണ്ടക്കയ്യെയും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി P ശശി ദീർഘകാലത്തിന് ശേഷം സംസ്ഥാന സമിതിയിൽ തിരിച്ചെത്തി. ജോൺ ബ്രിട്ടാസ്, VP സാനു, AA റഹീം, ചിന്ത ജെറോം എന്നിവരെയും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. പാർട്ടിയുടെ ഭാവി കണ്ടുകൊണ്ടുള്ള മാറ്റമാണിതെന്നും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഇത് പുതിയൊരു നേതൃത്വം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് സഹായകമായ വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പുതിയ കുറേയധികം സഖാക്കളെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു. വിവിധ വർഗഭോജന സംഘടനകൾക്ക് പ്രാതിനിധ്യം കൊടുത്തു. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ പാർട്ടിക്ക് പുതിയ ഊർജ്ജം നൽകുന്ന വിധത്തിലുള്ള കമ്മിറ്റിക്കാണ് നമ്മൾ രൂപം കൊടുത്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇവിടെ വന്ന അഭിപ്രായങ്ങളെല്ലാം കണക്കെടുത്ത് കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സഹായകമായ വിധത്തിലുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് രൂപപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. J സുധാകരനടക്കം 13 പേരെ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കി. കോടിയേരി ബാലകൃഷ്ണനെ 3ാമതും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പിണറായി വിജയനാണ് കോടിയേരിയുടെ പേര് നിർദ്ദേശിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയവരുടെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. G സുധാകരൻ, വൈക്കം വിഷൻ തുടങ്ങിയവരെ ഒഴിവാക്കിയവരിൽ പ്രമുഖർ ഇവരാണ്. KP സഹദേവനെയും ഒഴിവാക്കിയിരിക്കുന്നു. അതേസമയം 16 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി. മുഹമ്മദ് റിയാസ്, M സ്വരാജ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ, VN വാസവൻ, സജി ചെറിയാൻ, KK ജയചന്ദ്രൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. ഇപ്പോൾ VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, രണ്ടാം പിണറായി സർക്കാർ രൂപീകരിച്ചപ്പോൾ നൽകിയ അതേ സന്ദേശം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി നേതൃനിരയിലും യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തി CPM തെളിയിച്ചിരിക്കുകയാണ്. ഒഴിവാക്കപ്പെട്ട പ്രമുഖർ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ? രേണുക, വലിയ മാറ്റമാണ് CPMന്റെ സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉണ്ടായിട്ടുള്ളത്. സമീപകാലത്തും ഇല്ലാത്ത തരത്തിൽ വലിയൊരു പുനഃപ്രതിഷ്ഠ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന സമിതിയിലും
വലിയ മാറ്റം. 16 പേർ സംസ്ഥാന സമിതിയിൽ പുതുമുഖങ്ങളാണ്. എം വർഗീസ്, AV റസൽ, EN സുരേഷ് ബാബു, C വർഗീസ് 4 പേരും ജില്ലാ സെക്രട്ടറിമാരാണ്. സ്വാഭാവികമായും സംസ്ഥാന സമിതിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടവരാണ്. രാജു എബ്രഹാം റാന്നി മുൻ MLA സംസ്ഥാന സമിതിയിലേക്ക് വരുന്നു. A റഹീം DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. DYFI കോട്ടയിൽ റഹീം വരുന്നു. VP സാനു SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ VP സാനു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. ഡോക്ടർ KN ഗണേഷ് നേരത്തെ ക്ഷണിതാവായിരുന്നു, അദ്ദേഹം സ്ഥിരാംഗമായി സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുന്നു. KS സരീക, KK ലതിക, ചിന്തായുറം തുടങ്ങിയ 3 സ്ത്രീകൾ സംസ്ഥാന സമിതിയിൽ പുതുതായി എത്തുന്നു. K അനിൽകുമാർ സംസ്ഥാന സമ്മേളന പ്രതിനിധിയായിരുന്നില്ല, കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. B ജോയ് MLA ആണ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അംഗമാണ്. 2 പേരും സംസ്ഥാന സമ്മേളന പ്രതിനിധികളല്ല, അവരും സംസ്ഥാന സമിതിയിലേക്ക് വരുന്നു. അതിനൊപ്പമാണ് P ശശി, 11 വർഷങ്ങൾക്ക് ശേഷം CPMന്റെ സംസ്ഥാന സമിതിയിലെത്തുകയാണ്. കണ്ണൂരിലെ ശക്തനായ നേതാവായിരുന്നു. 11 വർഷം മുമ്പ് സംസ്ഥാന പാർട്ടിയിൽ നിന്ന് പുറത്തായതാണ്. പിന്നീട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. ശശിയെ CPMന്റെ സംസ്ഥാന സമിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. OR കേളു ആദിവാസി വിഭാഗത്തിൽ നിന്ന് CPMന്റെ സംസ്ഥാന സമിതിയിലെത്തുന്ന ആദ്യ നേതാവായി മാനന്തവാടി MLA OR കേളു മാറുന്നു. രാജു എബ്രഹാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇത്തരത്തിൽ 16 പേർ പുതുതായി CPMന്റെ സംസ്ഥാന സമിതിയിലെത്തുന്നു. 12 പേർ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. പ്രായാധിക്യത്തിൻ്റെ പേരിൽ 11 പേർ ഒഴിവാകുമ്പോൾ ജെയിംസ് മാത്യു ആണ് ആ ഒരു മാനദണ്ഡത്തിന് പുറത്തു നിന്ന് സംസ്ഥാന സമിതിയിൽ നിന്ന് മാറുന്നത്. ജെയിംസ് മാത്യു തന്നെ ഒഴിവാക്കണമെന്ന നേതൃത്വത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. സംഘടനാ രംഗത്ത് നിൽക്കാനുള്ള താല്പര്യമില്ലായ്മ അദ്ദേഹം അറിയിച്ചതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹം ജില്ലാ ഘടകത്തിൽ പ്രവർത്തിക്കും, ജില്ലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം സംഘടനാ പ്രവർത്തനവുമായി തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന വിവരം ജെയിംസ് മാത്യു അറിയിച്ചു എന്നാണ്. ഒഴിവായ മറ്റുള്ളവർ P കരുണാകരൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. വൈക്കം വിഷൻ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആനത്തലവട്ടമാനന്ദൻ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ ആനത്തലവട്ടമാനന്ദൻ, KJ തോമസ്, MM മണി, M ചന്ദ്രൻ നേരത്തെ സംസ്ഥാന സെക്രട്ടറി അംഗമായിരുന്നു, ഇപ്പോൾ സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹത്തെയും ഒഴിവാക്കിയിരിക്കുന്നു. K അനന്തഗോപൻ, R ഉണ്ണികൃഷ്ണപിള്ള, G സുധാകരൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവ്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും ഒരു ഘടകമായി 2 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് G സുധാകരനെ മാറ്റുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു. കോഴിക്കോട് കൃഷ്ണനാഥ് തിരുവനന്തപുരത്തെ മുതിർന്ന CPM നേതാവാണ്, അദ്ദേഹം ഒഴിവാകുന്നു. CP നാരായണൻ മുൻ രാജ്യസഭാ MP ആണ്. എന്നിവരാണ് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായത്. സെക്രട്ടേറിയറ്റിലും 8 പേർ പുതുമുഖങ്ങളായി എത്തിയിരിക്കുന്നു. അതിൽ തന്നെ ഇളമരം കരീമും ബേബി ജോണും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. ഇളമരം കരീം കേന്ദ്ര കമ്മിറ്റി അംഗം നിലയിൽ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഉള്ള അവസരമുണ്ട്. പക്ഷേ ബേബി ജോണിനെ ഒഴിവാക്കിയിരിക്കുന്നു. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും തോമസ് ഐസക്കും PK ശ്രീമതിയും AK ബാലനും TP രാമകൃഷ്ണനും KN ബാലഗോപാലും P രാജീവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുടരും. KK ജയചന്ദ്രൻ CPMന്റെ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറിയാണ്, MLA ആയിരുന്നു. ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം 13 സീറ്റാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്ക് ജയിക്കാനായത്. VN വാസവനും സജി ചെറിയാനും മുഹമ്മദ് റിയാസും മന്ത്രിമാരാണ്. 3 പേരും സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തുന്നു. 2 യുവ നേതാക്കളാണ് സ്വരാജും മുഹമ്മദ് റിയാസും. PK ബിജു ആലത്തൂർ മുൻ MP കൂടിയായ PK ബിജുവും യുവ പ്രാതിനിധ്യമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. പുത്തലത്ത് ദിനേശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, രാഷ്ട്രീയകാര്യ സെക്രട്ടറിയാണ്. SFIയുടെ മുൻ അഖിലേന്ത്യാ നേതാവാണ്. പുത്തലത്ത് ദിനേശനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി എത്തുകയാണ്. അത്തരത്തിൽ 8 പേരെയാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ രീതിയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കുന്നത്. യുവാക്കൾക്ക് വലിയ പ്രാധാന്യം, പുതുമുഖങ്ങൾക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കുന്നു. 3ാമതും കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി എത്തുന്നു. ഏതായാലും വലിയൊരു മാറ്റത്തിനാണ് CPMന്റെ എറണാകുളം സംസ്ഥാന സമ്മേളനം CPMന്റെ ചരിത്രത്തിൽ സാക്ഷിയായിട്ടുള്ളത്. തീർച്ചയായും തുടരുക അരുൺ. ഇപ്പോൾ അശ്വിൻ വല്ലത്തുകൂടി നമുക്കൊപ്പം ചേരുകയാണ്. വലിയൊരു നേതൃമാറ്റം CPMൽ ഉണ്ടായിരിക്കുകയാണ്. അശ്വിൻ, അപ്പോഴും ചില ഉൾപ്പെടുമെന്ന് കരുതിയിരുന്ന ചിലർ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. P ജയരാജൻ സംസ്ഥാന സമിതിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് അവിടെ മാറ്റമുണ്ടായിരിക്കുകയാണ്. P ജയരാജൻ തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പ്രതീക്ഷിച്ചതിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ പുതിയ നേതൃനിരയെ CPM പ്രഖ്യാപിക്കുമ്പോൾ?
രേണുക, ഇക്കാര്യത്തിൽ സീനിയോറിറ്റി അല്ല പാർട്ടി ഒരു പരിഗണനയോ അല്ലെങ്കിൽ മാനദണ്ഡമോ ആക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മന്ത്രിമാരായിരുന്നവർ സെക്രട്ടേറിയറ്റിലുണ്ട്. പക്ഷേ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടും എന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്ന ആളുകൾ, അതായത് പി ജയരാജനെ പോലെയുള്ള നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിരുന്ന ആളുകൾ, അവർ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. സെന്റർ കേന്ദ്രീകരിച്ച് നേരത്തെ കോടിയേരി തന്നെയും വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ AK സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കാനും പാർട്ടിയെ ചലിപ്പിക്കാനും കഴിയുന്ന ആളുകളെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ജില്ലാ റിസർവേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ കാര്യമാക്കിയിട്ടില്ല. യുവത്വമുണ്ട്, അതേപോലെ തന്നെ പാർട്ടി മുഴുവൻ സമയവും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളുടെ അത്തരം മാനദണ്ഡമാണ് ഇതിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് കോടിയേരി വ്യക്തമാക്കിയത്. എന്നാൽ തന്നെയും പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കും എന്നൊരു സൂചന നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പി ജയരാജൻ പരിഗണിക്കപ്പെട്ടില്ല. അതേപോലെ തന്നെ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടും എന്ന വാർത്തകളുണ്ടായിട്ടും പരിഗണിക്കപ്പെടാതിരുന്ന ഒട്ടനവധി പേരുണ്ട്. പക്ഷേ എന്നാൽ കൂടിയും നേരത്തെ കോടിയേരി തന്നെയും സൂചിപ്പിച്ചത് ഇത് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇനിയുള്ള ഈ വർഷങ്ങൾ വളരെ ശ്രമകരമായ ദൗത്യമാണ്. പാർട്ടിക്ക് ഇനിയും തുടർഭരണം നേടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ നവകേരള നിർമ്മിതി അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്ന, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതൃത്വത്തെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മന്ത്രിമാരടക്കമുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം, മന്ത്രിമാരടക്കം സജീവമാവണം എന്നുള്ള നിർദ്ദേശവും കോടിയേരിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തക റിപ്പോർട്ടിലടക്കം പരാമർശിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ചില മന്ത്രിമാർ സെക്രട്ടേറിയറ്റ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. നേരത്തെ ഇതിന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത ശേഷം, സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോടിയേരി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അക്കാര്യം പറഞ്ഞു. മന്ത്രിമാർക്ക് അത്തരത്തിൽ സെക്രട്ടേറിയറ്റ് പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന് തടസ്സമൊന്നുമില്ല. വേണമെങ്കിൽ തിരുവനന്തപുരത്തുള്ള സമയത്ത് അവൈലബിൾ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാം. അതേപോലെ തന്നെ ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടിയേരി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ പൊതുസമ്മേളനം ഇവിടെ നടക്കാൻ പോവുകയാണ്. നമ്മൾ കാണുന്ന ബാലാനന്ദൻ നഗറിലാണ് ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി പൊതുസമ്മേളനം നടക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉള്ള പൊതുസമ്മേളനമായതുകൊണ്ട് തന്നെ പ്രകടനവും മറ്റു കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടിയും മറൈൻ ഡ്രൈവ് ചുവപ്പണിയും എന്ന് തന്നെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം എറണാകുളം ജില്ലയിൽ നടക്കുന്ന ഒരു സംസ്ഥാന സമ്മേളനം, അതിന് വലിയൊരു ജനാവലി തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ സംഘാടക സമിതിക്കെല്ലാം ഉണ്ട്. വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. മറ്റ് നേതാക്കളെല്ലാം തന്നെ, ദേശീയ അതേപോലെ തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ വേദിയിലുണ്ടാവും. അത് CPMന്റെ ഒരു ശക്തി പ്രകടനം കൂടിയാവും പൊതുസമ്മേളനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രേണുക, ശരി, തുടരുക. അശ്വിൻ, VV അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, പുതിയ നേതൃനിരയെ കൊണ്ടുവന്ന ഒരു വലിയ സന്ദേശം തന്നെ CPM നേതൃനിരയിൽ സംസ്ഥാനത്തെ ഇനി നയിക്കുന്ന പാർട്ടി നേതൃത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ പോലും സ്ത്രീ പ്രാതിനിധ്യത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുകയാണ്. മറ്റൊന്ന്, P ശശി ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും സമിതിയിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ലൈംഗിക പീഡന ആരോപണം നേരിട്ട് പാർട്ടി തന്നെ തെറ്റുകാരനെന്ന് കണ്ടെത്തിയ ആൾ തിരിച്ചെത്തുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകില്ലേ? ഈ പുതിയ നേതൃനിരയെ പ്രഖ്യാപിക്കുന്ന തിളക്കത്തിനിടയിലും അതൊരു മങ്ങലേൽപ്പിക്കില്ലേ? അത്തരം ചോദ്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുണ്ടായി. അദ്ദേഹം പറഞ്ഞത് P ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അത്തരമൊരു ആരോപണത്തിൻ്റെ പേരിലല്ല, പരസ്യ പ്രതികരണത്തിൻ്റെ പേരിലായിരുന്നു. അന്ന് അദ്ദേഹം പറയുമ്പോഴും സ്വാഭാവികമായും DYFI നേതാവിൻ്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം നടപടി P ശശിക്കെതിരെ ഉണ്ടായത്. ലൈംഗിക പീഡന ആരോപണമായിരുന്നു അദ്ദേഹത്തിനെതിരെ 2011 ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് P ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ലോയേഴ്സ് യൂണിയൻ്റെ നേതാവായി പ്രവർത്തിച്ചു. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായും ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് നൽകാൻ പാർട്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ശശിയുടെ തിരിച്ചുവരവ്, വനിതാ പ്രാതിനിധ്യം, അതുപോലെ തന്നെ ഇത്തരം ഒരു പരാതി നേരിട്ട ആളെ സംസ്ഥാന സമിതിയിൽ എടുക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ അതിനെല്ലാം പൂർണ്ണമായും പ്രതിരോധിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ചെയ്ത്. ശശിയെ തിരിച്ചെടുത്തതിൽ ഒരു ശരികേടുമില്ല, അതിലൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ശരി, സമ്മേളന നഗരിയിൽ നിന്നും VV അരുണും അശ്വിൻ വല്ലത്തുമാണ് വിവരങ്ങൾ നൽകിയത്. CPMന് പുതിയ നേതൃനിര, വലിയ മാറ്റങ്ങൾ സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന സമിതിയിലേക്കും യുവാക്കളെ കൂടുതൽ ഉൾപ്പെടുത്തിയുള്ള പുതിയ നേതൃനിരയാണ് CPMന് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
പി ശശിയെ സെക്രട്ടേറിയറ്റിലെടുത്ത നടപടി തെറ്റായ സന്ദേശമല്ല, ശരിയായ സന്ദേശമാണ് നൽകുന്നതെന്ന് കോടിയേരി. എല്ലാവർക്കും നൽകിയ പരിഗണനയാണ് അദ്ദേഹത്തിനും നൽകിയത്. അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുകാലമായി. സ്ത്രീപീഡന പരാതിയല്ല, സംഘടനാപരമായ കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തത്. തെറ്റുകൾ തിരുത്തുന്നവരെ പാർട്ടി പ്രോത്സാഹിപ്പിക്കുമെന്ന് കോടിയേരി പറഞ്ഞു. പി ശശി കുറച്ചു കാലമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ലോയേഴ്സ് യൂണിയന്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും കൊടുത്ത പരിഗണന പോലെ തന്നെ അദ്ദേഹത്തിന് പരിഗണന. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ആര് എടുക്കണമെന്ന് പാർട്ടി സ്റ്റേറ്റ് സമ്മേളനത്തിലെ തീരുമാനിക്കും. തെറ്റായ സന്ദേശമൊന്നുമില്ല, ശരിയായ സന്ദേശം തന്നെയുള്ളൂ. തെറ്റുകൾ തിരുത്തുന്നവരെ പാർട്ടി പ്രോത്സാഹിപ്പിക്കും. പാർട്ടി സെക്രട്ടേറിയറ്റിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് കോടിയേരി. പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ചായിരുന്നു പ്രതികരണം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കാൻ കഴിയുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ എടുക്കാവുന്ന 8 പേരെ കൂടി എടുത്തു. നിങ്ങൾ പലരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടാകാമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കോടിയേരി പറഞ്ഞു. സെക്രട്ടേറിയറ്റ് എല്ലാവരെയും പരിഗണിക്കാൻ സാധിക്കില്ല. നിശ്ചിത ആളെ മാത്രമേ സെക്രട്ടേറിയറ്റിൽ എടുക്കാൻ സാധിക്കൂ. നിങ്ങൾ കുറേ ആളെ പേര് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് വരാത്തതുകൊണ്ട് നിങ്ങളതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലത് കുറച്ച് ശരിയായിട്ടുണ്ടാവും. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ കൂടി സമ്മേളന നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സനോജ്, സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? എപ്പോൾ സമ്മേളനം ആരംഭിക്കും? എന്തൊക്കെയാണ് പരിപാടികൾ? രേണുക, സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സമ്മേളനത്തിന്റെ സംഘടനാ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ തന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രധാനമായുമുള്ളത് സംസ്ഥാന സമ്മേളനമാണ്. സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 5 മണിക്കാണ് സമ്മേളനം ഇവിടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള പ്രകാശ് കാരാട്ടും ഒപ്പം തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയില്ല. കാരണം അവർക്ക് അടിയന്തരമായി ഡൽഹിക്ക് പോവേണ്ട ഒരു സാഹചര്യം ഉള്ളതിനാൽ അവർ 4 മണിക്ക് തന്നെ എറണാകുളത്തു നിന്നും മടങ്ങുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സാധാരണഗതിയിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വിഭിന്നമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ തന്നെ കൂടുതൽ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? ഞങ്ങൾ ഒറ്റപ്പാലത്ത്. ഒറ്റപ്പാലം, പാലക്കാട് ജില്ലയിൽ നിന്നും ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇത്ര ദൂരം സഞ്ചരിച്ച് വരാനുണ്ടായ കാരണം? പാർട്ടിയോടുള്ള താല്പര്യം. നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഒറ്റപ്പാലം. ഈ കോവിഡ് സാഹചര്യത്തിലെ വളരെ പരിമിതമായ സാഹചര്യത്തിൽ സമ്മേളനം നടത്താൻ വേണ്ടിയാണ് പാർട്ടി തീരുമാനിച്ചത്. പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ ദൂരെ നിന്ന് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ കൂടില്ലേ? ഞങ്ങൾ എല്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്കും പോകാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ പാർട്ടി സഖാക്കളാണ്. ഞങ്ങൾക്കത് കാണാൻ ആഗ്രഹമുണ്ടായതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങളെല്ലാവരും കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് സമ്മേളനത്തിന് എത്തിയിട്ടുള്ളത്. എന്തായാലും സാധാരണഗതിയിൽ നിന്ന് വിഭിന്നമായി ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള സമ്മേളനമായിരുന്നു CPM നടപ്പിലാക്കിയിട്ടുള്ളത്. എങ്കിലും പൊതുവേ ഈ ജില്ലയിൽ നിന്നുമുള്ള പരിമിതമായ ആളുകൾ മാത്രം ഇവിടേക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞാലും പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസാരിച്ചത് പാലക്കാട് ഒറ്റപ്പാലത്തു നിന്നും എത്തിയ പാർട്ടി പ്രവർത്തകരാണ്. അവരൊക്കെ തന്നെ 5 മണിക്ക് തുടങ്ങുന്ന സമ്മേളനം കാണാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ ഈ അതികഠിനമായ വെയിലിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കി ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും കൂടുതൽ പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതോടുകൂടി മറൈൻ ഡ്രൈവ് മൈതാനം പൂർണ്ണമായും ജനനിബിഡമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് 1500-ൽ പരം ആളുകൾ മാത്രമായിരിക്കും പൊതുസമ്മേളനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ അതിന് വിഭിന്നമായി ഇന്ന് സംസ്ഥാന സമ്മേളനത്തിൽ 10,000-ന് മുകളിൽ ആളുകൾ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും 5 മണിക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാർട്ടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന സമിതിയെയും പ്രഖ്യാപിച്ച ശേഷം നേതാക്കൾ ന്യൂസ് 18നോട് സംസാരിച്ചു. പ്രതികരണങ്ങളിലേക്ക്. പാർട്ടിയുടെ സംഘടനാപരമായ ചുമതല കൂടി വരുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതെല്ലാം കഴിവിൻ്റെ പരമാവധി പാർട്ടി ഏൽപ്പിക്കുന്ന രീതിയിൽ ആ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാണ്. സമ്മേളനം എങ്ങനെയുണ്ടായിരുന്നു? പുതിയ ദിശാബോധം നൽകുന്നതാണോ സമ്മേളനം? ഞാനിപ്പോൾ ഒരുപാട് പാർട്ടി സമ്മേളനം പങ്കെടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു പുതു അനുഭവമാണ്. കാരണം ഒന്ന്, ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായി ഏകോപനത്തോടുകൂടി നവകേരളത്തിൻ്റെ പ്രതീക്ഷകൾ ഉയർന്ന് നിൽക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ കോൺഫറൻസ് പിരിയുന്നത്. ഭാവി കേരളത്തെപ്പറ്റി ഏറ്റവും നല്ല ഉയർന്ന ഒരു ചിന്താധാര
വളർത്തിയെടുക്കാൻ കഴിഞ്ഞ ഒരു സമ്മേളനം. ഒരു കാര്യം കൂടി, സംഗീത നാടക അക്കാദമി ചെയർമാൻ ഒഴിവ് നിൽക്കുകയാണ്. അത് ഉടനെ തന്നെ എല്ലാ സ്ഥാനങ്ങളിലേക്കും പുതിയ ആളുകളെ നിയോഗിക്കാൻ ആലോചിക്കും. അത് അധികം വയ്യാതെ തന്നെ അത് തീരുമാനിക്കും. എനിക്കറിയില്ല, ആലോചിച്ചു. പാർട്ടി എല്ലാ കാലഘട്ടത്തും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു തീർക്കാൻ കുറവുകളുണ്ടെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത് കൃത്യമായി, സത്യസന്ധമായി, ആത്മാർത്ഥമായി പാർട്ടി ചട്ടങ്ങൾക്കും അച്ചടക്കത്തിനും വിധേയമായി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരും. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ആ തരത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ അനുഭവ സമ്പത്ത് ഭാവി പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകും. സന്തോഷം തോന്നുന്നു. കൂടുതൽ ഉത്തരവാദിത്വമാണ് പാർട്ടി എന്നെ ഭരമേൽപ്പിച്ചത്. എൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടത്തും. ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്രതീക്ഷിതമായി പോയത്? അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് പാർട്ടി തീരുമാനിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. നേരത്തെ ആ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ടി എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാവും ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ സന്തോഷമുണ്ട്. പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിക്കാൻ എൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് കഴിഞ്ഞ കാലങ്ങളിൽ സന്നദ്ധമായിട്ടുള്ളത്. സ്വാഭാവികമായും വലിയ ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചത്. അത് പൂർണ്ണമായും പാർട്ടി ഉദ്ദേശിക്കുന്ന ഗൗരവത്തോടെ നിർവഹിക്കും എന്നാണ് പറയാനുള്ളത്. ഇതുവരെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതിനു മുമ്പ് ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിലായിരുന്നു. അതൊക്കെ വളരെ മുമ്പ് പാർട്ടി അംഗമായിരുന്നു. ഓരോ സമയത്തും പാർട്ടി എങ്ങനെ പ്രവർത്തിക്കാനാണോ നിശ്ചയിക്കുന്നത് ആ ചുമതല എടുത്ത് പ്രവർത്തിക്കുക എന്നതാണ്. ആ നിലയിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. 45 വർഷം കഴിഞ്ഞ് 78 വന്നത്. വരെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ദീർഘകാലത്തെ പാർട്ടി പ്രവർത്തനത്തിന് സജീവമായിരുന്നു. കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് സംസ്ഥാന കമ്മിറ്റി വന്നു. ഇപ്പോൾ ഒഴിവാകുമ്പോൾ എന്ത് തോന്നുന്നു? ഒഴിവാകുന്ന കുറച്ച് പേര് നമ്മൾ മാറിക്കൊടുക്കണ്ടേ? പിന്നെ പ്രായമൊക്കെ ആയില്ലേ. പാർട്ടി കൂടുതൽ സജീവമായി ശക്തിയായിട്ട് നിൽക്കണം. പാർട്ടിയിലുണ്ടാകും നിങ്ങളെല്ലാം. പക്ഷേ ഇത് കൂടുതൽ ഇത് ഒരു പ്രത്യേകം പുതിയ തലമുറയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വരും. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചിലപ്പോൾ ഉൾവലിയുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാകും. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നൊന്നുമില്ലല്ലോ, അങ്ങനെയുള്ളൊരു വിഷമമൊന്നുമില്ല. പ്രായം കൂടുമ്പോൾ പുതിയ ആളുകൾ വരണ്ടേ? എല്ലാം മരിക്കുന്നവരും അവിടെ ഇരുന്നാൽ മതിയോ? പിന്നെ പുതിയ ആളുകൾ വരണം, ചെറുപ്പക്കാരെ വരണം. ഇങ്ങനെ ചില നിയമങ്ങൾ വെക്കല്ല വഴിയില്ല എന്ന് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നിബന്ധന കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കിയെന്നില്ല, ഞങ്ങളുടെ പ്രവർത്തന രംഗത്തുണ്ടാവും. സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കും. അതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം പ്രവർത്തനത്തിലുണ്ടാവും. സജീവ രാഷ്ട്രീയ രംഗത്ത് തന്നെ ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെ ഉണ്ടാവും. പിന്നെ ഉണ്ടാവും, മരിക്കുന്നവരുണ്ടാവും, അന്ത്യശ്വാസം വലിക്കുന്നവർ. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സങ്കടം. അങ്ങനെ ഒരു സങ്കടം, എന്നാ സങ്കടം? വന്നപ്പം വലിയ സന്തോഷവും തോന്നിയില്ല, ഇപ്പം പോകുമ്പം വലിയ സങ്കടവും തോന്നുന്നില്ല. വന്നാൽ വന്നു, പോയാൽ പോയി. അതന്നെ. ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് തിരഞ്ഞെടുത്തത്. പിന്നെ ഒരു കൈ നോക്കി 10-27 വർഷം ജില്ലാ സെക്രട്ടറിയായി. അടുത്ത ആൾ വന്നു, നമ്മൾ ഒഴിവായി. സംസ്ഥാന സെക്രട്ടറിയിൽ ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ പെടുത്തി. MLA ആയി. കർണാം മഹാരാഷ്ട്ര MLA മന്ത്രിയാക്കി. മന്ത്രിയാകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത എന്നെ മന്ത്രിയാക്കി. ഇതൊക്കെ ഈ പാർട്ടി ചെയ്ത കാര്യമല്ലേ? അപ്പോൾ ഇപ്പോൾ പുതിയ ആളുകൾക്കൊരു അവസരം കൊടുക്കണ്ടേ? അതാണ്. എന്നോർത്തും ഞാൻ പ്രവർത്തന രംഗത്തുനിന്ന് പോകുന്നൊന്നും ആരും സ്വപ്നം കാണുന്നില്ല. ഇത്രയും കാലത്തെ പ്രവർത്തനം പാർട്ടിക്ക് വേണ്ടി വളരെ നന്നായിട്ട് പ്രവർത്തിച്ചില്ലേ? പിന്നെന്താണ്? പുതുതലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുമ്പോൾ സജീവ അല്ലല്ല, പാർട്ടി മാനദണ്ഡം അനുസരിച്ച് ആണ് മാറുന്നത്. അതിന് പ്രത്യേകിച്ച് മറ്റു പ്രത്യേകതകളൊന്നുമില്ല. പാർട്ടിയുടെ പ്രത്യേക ക്ഷണിതാവായി പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് ഇതിനു മുമ്പ് പ്രവർത്തിച്ച പോലെ തന്നെ മുമ്പോട്ടും പ്രവർത്തിക്കും. പുതിയ ഒരു കമ്മിറ്റി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു വികസന രേഖയുണ്ട്. ഈ സമ്മേളനത്തെ എങ്ങനെയാണ് നോക്കിയിട്ടാണ്? ഈ സമ്മേളനം നമ്മുടെ കേരളത്തിൻ്റെ ഭാവി സമഗ്രമായ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രേഖ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ അവതരിപ്പിച്ചു. സമ്മേളനം ഒറ്റക്കെട്ടായി അതിന് പിന്തുണ കൊടുത്തു. അത് കേരളത്തിൻ്റെ ഉയർച്ചയ്ക്കും ഭാവിക്കും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛൻ മകനായതുകൊണ്ടും
ഭാര്യയും ഭർത്താവായതുകൊണ്ടും സമ്മേളന പ്രതിനിധികളാവില്ല. സ്വാഭാവികമായിട്ടും അവരൊക്കെ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കുന്ന ആളുകളാണ്. പാർട്ടി പ്രവർത്തനത്തിനിടയിൽ അവർ കണ്ടുമുട്ടുകയും വിവാഹിതരുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ മറ്റത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പാർട്ടി സ്ഥാനങ്ങളിലും പാർട്ടി ചുമതലകളിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന യാദൃശ്ചികതയാണ്. ഇത്രയും നാളെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചെയ്ത് ഇനിയും പാർട്ടി പറയുന്നതനുസരിച്ച് ആരോഗ്യമുള്ള കാലം മുഴുവൻ പണിയെടുക്കും. മറ്റത് പുതുതായിട്ട് വരുന്ന ആൾക്കാർ കൂടെയൊക്കെ പെടുത്തില്ലേ നമുക്ക് ഈ പാർട്ടിയെ സംരക്ഷിച്ച് നിർത്തണ്ടേ. നല്ല കമ്മിറ്റിയാണ്, സംസ്ഥാന കമ്മിറ്റി നല്ല സംസ്ഥാന കമ്മിറ്റിയാണ്. പുതിയ യുവാക്കൾ ധാരാളം വന്നിട്ടുണ്ട്. അമരത്ത് മൂന്നാമൂഴം. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. കേൾക്കൂ സഖാവേ, ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും. തുടർഭരണത്തിൽ തുടർച്ചയുണ്ടാക്കുക എന്ന വെല്ലുവിളി ഏറ്റെടുത്താണ് കോടിയേരി ബാലകൃഷ്ണൻ മൂന്നാമതും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാകുന്നത്. മാറുന്ന പാർട്ടിയുടെ ചിരിക്കുന്ന മുഖമായ കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് തുടരുമ്പോൾ പ്രവർത്തകർക്ക് അത് വലിയ ആവേശവും പ്രതീക്ഷയുമാണ് നൽകുന്നത്. സ്വകാര്യ നിക്ഷേപകർക്കായി വാതിൽ തുറക്കുന്ന നയമാറ്റവും സിൽവർ ലൈൻ പോലുള്ള വലിയ പദ്ധതികളും ഏറ്റെടുക്കുന്ന സർക്കാരിനും കോടിയേരി എന്ന സൗമ്യ സാന്നിധ്യം പകരുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു. ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ബ്രാഞ്ച് സെക്രട്ടറിയായി തുടങ്ങി സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവും വരെയായ ചരിത്രമാണ് കോടിയേരിക്ക്. SFI സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞ ശേഷം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു എന്ന അപൂർവതയും കോടിയേരിക്ക് മാത്രം സ്വന്തം. പിന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായി. അങ്ങനെ പടിപടിയായി ആയിരുന്നു കോടിയേരിയുടെ വളർച്ച. താഴെത്തട്ട് മുതലുള്ള രാഷ്ട്രീയം പഠിച്ചും പരിചയിച്ചുമാണ് കോടിയേരിയിലെ നേതാവ് പരുവപ്പെട്ടത്. വിഭാഗീയത ആളിക്കത്തി നിന്ന ആലപ്പുഴ സമ്മേളനത്തിൽ ഏറെ സങ്കീർണമായ ദശാസന്ധിയിലാണ് പിണറായിയുടെ പിൻഗാമിയായി കോടിയേരി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അമരത്തെത്തിയത്. പാർട്ടിയിലെ തർക്കങ്ങളിൽ എക്കാലത്തും മധ്യസ്ഥന്റെ റോളായിരുന്നു കോടിയേരിക്ക്. പിണറായി പക്ഷക്കാരനായി അറിയപ്പെട്ടപ്പോഴും VS-നെ പിണക്കിയില്ല, തള്ളിപ്പറഞ്ഞുമില്ല. വിഭാഗീയതയുടെ പടുകുഴിയിലായിരുന്ന പാർട്ടിയെ ഇന്നത്തെ പാർട്ടിയായി മാറ്റിയതിൽ കോടിയേരിയുടെ പങ്കും ചെറുതല്ല. സൗമ്യമായ ഇടപെടലും നിലപാടുകളിലെ കാർക്കശ്യവുമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മുഖമുദ്ര. പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടും. പ്രത്യയശാസ്ത്രവും പ്രായോഗിക രാഷ്ട്രീയവും പറഞ്ഞ് പ്രതിരോധിക്കും. വ്യക്തിപരമായി ഒരു അപവാദവും കേൾപ്പിക്കാത്ത നേതാവ് പലപ്പോഴും പ്രതിരോധത്തിലായത് കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പേരിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അലട്ടിയതോടെ 1 വർഷത്തിലേറെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്നു. അപ്പോഴും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിണറായിക്കൊപ്പം തന്ത്രമൊരുക്കിയതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും കോടിയേരി തന്നെയായിരുന്നു. മുന്നണിയുടെ ചരിത്ര തുടർഭരണ നേട്ടത്തിനു പിന്നാലെ കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് തിരികെ എത്തി. ഇപ്പോൾ തുടർച്ചയായ 3ാം സമ്മേളനത്തിലും സെക്രട്ടറിയായി. വൻ വികസന ലക്ഷ്യങ്ങൾ പിന്തുടരുന്ന മുഖ്യമന്ത്രി പിണറായിക്ക് പൂർണ്ണ പിന്തുണയുമായി കോടിയേരി ഒപ്പമുണ്ട്. പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കോടിയേരിയുടെ രാഷ്ട്രീയ കൗശലമുണ്ട്. CPM സ്വപ്നം കാണുന്ന വീണ്ടും ഒരു തുടർഭരണം വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തും പിണറായിയുടെ പിൻഗാമിയായി മറ്റാരെയും ഇപ്പോൾ CPM കണ്ടുവച്ചിട്ടില്ല. ലോകത്തെ ഞെട്ടിച്ച യുക്രൈനിലെ ആണവ കേന്ദ്രത്തിൽ ഷെല്ലാക്രമണം. 4 മണിക്കൂർ ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ചോർച്ചയില്ല എന്നാണ് റിപ്പോർട്ട്. നിലയത്തിന്റെ നിയന്ത്രണം റഷ്യൻ സേന ഏറ്റെടുത്തു. തുറമുഖ നഗരമായ മരിയുപോളിൽ നിരന്തര മിസൈൽ ആക്രമണം തുടരുകയാണ്. ഖെർസൺ നഗരം മാത്രമാണ് ഇതുവരെ പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലായത്. കീവിലേക്കുള്ള സൈനിക ലോങ് മാർച്ച് 25 കിലോമീറ്റർ അകലെ നിർത്തിവച്ചിരിക്കുകയാണ്.
സെപ്രോസിയ ആണവ നിലയത്തിലെ പരിശീലന കേന്ദ്രത്തിൽ വന്നുവീണ ഷെല്ലാണ് ഇന്ന് ലോകത്തെ നടുക്കിയത്. ഒരു തീപ്പൊരി പോലും അപകടകരമാവുന്ന പ്ലാന്റിലേക്ക് അയച്ച ഷെല്ലുകൾ യുദ്ധത്തിന്റെ സ്വഭാവം മാറുന്നതിന്റെ കൂടി ലക്ഷണമാണ്. തൊട്ടുപിന്നാലെ മരിയുപോളിൽ കനത്ത മിസൈൽ ആക്രമണം. കീവിലെ സംഭരണ ഡിപ്പോ കത്തിയെരിഞ്ഞു. കീവിൽ വ്യോമാക്രമണവും തുടരുകയാണ്. കൂടുതൽ റഷ്യൻ ഹെലികോപ്റ്ററുകൾ തലസ്ഥാന നഗരത്തിന് മുകളിലൂടെ പറന്നു തുടങ്ങി. ഏതാനും ടാങ്കുകളും കീവിന് സമീപത്ത് എത്തിയിട്ടുണ്ട്. രാജ്യത്ത് തുടരുന്ന വയോധികർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത്. ഗുരുതര പരിക്കുകളുമായി നിരവധി മുതിർന്ന പൗരന്മാരെ ഇന്ന് മാത്രം ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാജ്യമെങ്ങുമുണ്ടായിരുന്നു മുന്നറിയിപ്പെങ്കിൽ ഇന്ന് കീവിൽ മാത്രമാണ് വ്യോമാക്രമണ സൈറൺ മുഴങ്ങിയത്. ആണവ കേന്ദ്രത്തിലേക്ക് വരെ ആക്രമണം ഉണ്ടായതോടെ യുക്രൈൻ വിടുന്നവരുടെ എണ്ണം പൊടുന്നനെ ഉയർന്നു. 9 ദിവസത്തിനിടെ 10 ലക്ഷം പേർ അതിർത്തി കടന്നതായാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക്. കീവിലേക്കുള്ള സൈനിക നീക്കം 25 കിലോമീറ്റർ അകലെ തുടരുന്നതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നു. വാർ ഡെസ്ക്, ന്യൂസ് 18. ഈ യുദ്ധത്തിൽ അണുബോംബുകളേക്കാൾ ഭീഷണി ആണവ റിയാക്ടറുകൾ വഴിയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയത്തിന് നേരെയാണ് ഇന്ന് ആക്രമണമുണ്ടായത്. 15 റിയാക്ടറുകളാണ് 4 പ്ലാന്റുകളിലായി യുക്രൈനിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഉണ്ടാകരുതെന്ന് ലോകം ഉള്ളിൽ തട്ടി പറഞ്ഞിരുന്നതാണ്. അതാണ് ഇപ്പോൾ കൺമുന്നിൽ സംഭവിച്ചത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സെപ്രോസിയയിലേക്ക് ഷെൽ പതിക്കുന്നതാണ് ദൃശ്യം. ആണവ പ്ലാന്റിലെ പരിശീലന കേന്ദ്രത്തിലാണ് ഷെൽ പതിച്ചത്. റിയാക്ടറുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം സുരക്ഷിതമാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഒട്ടും ആശ്വസിക്കാവുന്ന നിലയിലല്ല ലോകം. അതിനു കാരണം 35 വർഷം മുമ്പ് ചെർണോബിൽ എന്ന ചെർണിയാവിലുണ്ടായ ആണവ ദുരന്തമാണ്. അന്നത്തെ മരണസംഖ്യ വിവിധ കണക്കുകളിൽ 4000 മുതൽ 60,000 വരെയാണ്. ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചത് 5 ലക്ഷം പേർക്ക്. യുക്രൈനിൽ മാത്രമല്ല, യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലും തലമുറകളിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണ്. ഇന്ന് ആക്രമണമുണ്ടായ സെപ്രോസിയയിൽ 6 റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. എല്ലാം 1984 മുതൽ 1995 വരെയുള്ള കാലത്ത് കമ്മീഷൻ ചെയ്തത്. 4 പ്ലാന്റുകളിലായി യുക്രൈനിൽ നിലവിൽ 15 റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 4 എണ്ണത്തിന്റെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. യുക്രൈന്റെ വൈദ്യുതിയുടെ പകുതിയും ആണവ പ്ലാന്റുകളിൽ നിന്നാണ്. ആക്രമണത്തിലൂടെ ഇവയുടെ പ്രവർത്തനം നിർത്താനുള്ള മുന്നറിയിപ്പാണ് റഷ്യ നൽകുന്നത്. രാജ്യത്തെ മുഴുവൻ ഇരുട്ടിലാക്കുക എന്ന യുദ്ധതന്ത്രത്തിനപ്പുറം റഷ്യ എന്തെങ്കിലും ലക്ഷ്യമിടുന്നുണ്ടോ? ആ ചോദ്യമാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. വാർ ഡെസ്ക്, ന്യൂസ് 8. 2 പ്രധാന അജണ്ടയിലും ഒത്തുതീർപ്പിന് വഴങ്ങാതെ റഷ്യയും യുക്രൈനും. മനുഷ്യത്വ ഇടനാഴിക്ക് തത്വത്തിൽ സമ്മതിച്ചതു മാത്രമാണ് ഇപ്പോഴത്തെ ശുഭസൂചന. യുക്രൈനിൽ നിന്ന് പോളണ്ടിലേക്ക്, അവിടെ നിന്ന് വീണ്ടും ഹെലികോപ്റ്ററിൽ ബെലാറൂസിലേക്ക്. ഇങ്ങനെ ചർച്ചയ്ക്കെത്തുമ്പോൾ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഉപദേഷ്ടാവ് മിഖായേൽ പൊഡോളിയാക് 3 അജണ്ടയാണ് മുന്നോട്ട് വച്ചത്. 1, ആമിസ്റ്റസ് എന്ന യുദ്ധവിരാമം. 2, സീസ് ഫയർ എന്ന അടിയന്തര വെടിനിർത്തൽ. 3-ാമത്തേത് ഹ്യൂമനിറ്റേറിയൻ കോറിഡോർ എന്ന മനുഷ്യത്വ ഇടനാഴി. യുദ്ധവിരാമം എന്ന ആദ്യത്തെ അജണ്ടയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടാകുമെന്ന് ആർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ കടന്നാക്രമിക്കുന്ന സെലൻസ്കിയുടെ വീഡിയോ ചർച്ചയ്ക്ക് മുൻപ് പുറത്തു വന്നത്. യുക്രൈൻ കീഴടക്കി ബാൾട്ടിക്കിലെ മറ്റു രാജ്യങ്ങളെ നിയന്ത്രണത്തിലാക്കാനാണ് റഷ്യൻ നീക്കം. യുക്രൈനിലേക്കുള്ള വരവ് തടഞ്ഞില്ലെങ്കിൽ യൂറോപ്പിനാണ് ഭീഷണി. സെലൻസ്കിയുടെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കെയായിരുന്നു ചർച്ച. അവിടെ യുദ്ധവിരാമം എന്ന അജണ്ടയിൽ 1 ഇഞ്ച് പോലും മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്നില്ല.
യൂറോപ്യൻ യൂണിയനിലേക്ക് അംഗത്വ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന യുക്രൈനുമായി യുദ്ധവിരാമത്തിന് സന്ധി ചെയ്യാൻ റഷ്യയ്ക്ക് കഴിയില്ല. രണ്ടാമത്തേത് അടിയന്തര വെടിനിർത്തലാണ്. യുദ്ധം പ്രഖ്യാപിച്ച റഷ്യ ലക്ഷ്യം നേടാത്ത സാഹചര്യത്തിൽ ഒട്ടും പ്രസക്തിയില്ലാത്ത അജണ്ട. ആദ്യ 2 അജണ്ടയും തള്ളിക്കളഞ്ഞ് മൂന്നാമത്തെ അജണ്ടയിൽ കൈകൊടുക്കുമ്പോൾ അത് എത്രമാത്രം നടപ്പാകും? യുദ്ധമേഖലയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ മനുഷ്യത്വ ഇടനാഴിക്ക് ആര് മധ്യസ്ഥത വഹിക്കും? അത്തരം ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരം ഇനിയും പുറത്തു വന്നിട്ടില്ല. യാത്രയിൽ വെടിയേൽക്കേണ്ടി വന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ അനുഭവമാണ് മനുഷ്യത്വ ഇടനാഴി നിലവിൽ വന്നിട്ടില്ല എന്നതിന്റെ തെളിവുകളിൽ ഒന്ന്. വാർഡെസ്ക് ന്യൂസ് 18. ആഗോള നാടക ചരിത്രത്തിന്റെ ഭാഗമായ എൽവിവിലെ ഓപ്പറ തിയേറ്റർ ഇന്ന് അഭയാർത്ഥി ക്യാമ്പ്. ലോക നാടകത്തിന് വഴികാട്ടിയായി നിരവധി നാടകങ്ങൾ ആദ്യമായി അവതരിപ്പിച്ച ഇടമാണ് 190 വർഷം പഴക്കമുള്ള ഈ മന്ദിരം. ഈ ജാലകങ്ങളിലൂടെ ഇപ്പോൾ കാണുന്നത് ജീവിതമാണ്. പൊടിക്കുപോലും നാട്യമില്ലാതെ അവർ ഇരിക്കുകയാണ് എൽവിവിലെ ഒപ്ര ഹൌസിൽ. 1833 നിർമ്മാണം തുടങ്ങിയ കെട്ടിടം. അന്നിത് സ്കാർബക് തിയേറ്റർ ആയിരുന്നു. ഇന്ന് പേര് സാങ്കോബെറ്റ്സ്ക നാഷണൽ അക്കാദമിക് ഡ്രാമ തിയേറ്റർ. ആരെങ്കിലും സദസ്സിലും ഇപ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും സംഘർഷഭരിതമായ രംഗങ്ങളാണ്. അണിയറയിലെ ഡ്രമ്മിന്റെ കോലുകൾ കയ്യിലെടുക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് ഷന്ന ചൂപ്പിസ് എന്ന 80-കാരൻ. തിയേറ്ററിന് പുറത്തെ വഴികളിൽ ആരോഗ്യമുള്ളവർ നിരന്നു നിൽക്കുന്നുണ്ട്. ആ പൊതു അരങ്ങിൽ ഡ്രമ്മിന്റെ കോലുകളല്ല, തോക്കെടുത്ത പരിശീലനമാണ്. വാർഡെസ്ക് ന്യൂസ് 18. കരയരുതമ്മേ പോരിടത്തിൽ ഞാൻ മരിച്ചാൽ. മരണം മുന്നിൽ കാണുന്ന യുവ സൈനികർ അമ്മമാരോട് സംസാരിക്കുകയും കവിത ചൊല്ലി കേൾപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ ലോകത്തിന്റെ ഉള്ളുലയ്ക്കുകയാണ്. ഹോളിവുഡ് സംവിധായകനും നടനുമായ ക്രിസ്റ്റഫർ മില്ലർ ഉൾപ്പെടെ പങ്കുവച്ച വീഡിയോയാണിത്. യുക്രൈൻകാർ പിടികൂടിയ റഷ്യൻ സംഘത്തിലെ സൈനികനാണ്. അവർക്ക് ഭക്ഷണവും ചായയും നൽകുകയാണ് യുക്രൈൻ ജനത. ഒപ്പം റഷ്യയിലുള്ള അമ്മയെ ഫോണിൽ വിളിച്ച് കണക്ട് ചെയ്യുന്നു. അമ്മയെ കാണുമ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്ന സൈനികന് ഫോണിലൂടെ ചുംബനം നൽകാൻ മാത്രമാണ് കഴിയുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ പിന്നിൽ നിന്നും 2 പേർ പറയുന്നത് കേൾക്കാം. ഇതിവരുടെ തെറ്റല്ല. ഈ ചെറുപ്പക്കാർക്കറിയില്ല എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. അവർ പഴയ മാപ്പ് ഉപയോഗിച്ച് വന്നതാണ്. അവരുടെ കാര്യം കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും പിടികൂടുന്ന സൈനികരെ നിർദാക്ഷിണ്യം കൊന്നുകളയുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് നിരവധി വീഡിയോകൾ പുറത്തുവരുന്നത്. Все хорошо, не переживай. Все нормально. Я нахожусь в плену на Беларуси, в Украине, на территории Украины. ഇത് മറ്റൊരു റഷ്യൻ സൈനികൻ അമ്മയെ വിളിക്കുന്നതാണ്. വിങ്ങിപ്പൊട്ടുന്നതിനിടെ ചൊല്ലിക്കേൾപ്പിക്കുന്നത് ഒരു റഷ്യൻ കവിത. Комитет солдатских матерей в армию к нам. Говорит, где мы, что мы делаем. Тут происходит полный беспредел. Мам, наши громят здесь больницы, детские сада. മരണം നടമാടുന്ന യുദ്ധമുഖത്തെക്കുറിച്ച് കവിത ചൊല്ലുന്നത് റഷ്യൻ സൈനികർ മാത്രമല്ല, യുക്രൈൻ സൈനികർ കൂടിയാണ്. ക്യാമ്പിൽ നിന്നും യുദ്ധമുഖത്തേക്കുള്ള യാത്രയിൽ താളാത്മകമായി പാടുന്നത് പ്രശസ്തമായ യുക്രൈനിയൻ ദേശഭക്തി ഗാനമാണ്.
കരയരുതമ്മേ പോരിടത്തിൽ ഞാൻ മരിച്ചാൽ എന്നാണ് ഈ കവിത. എന്റെ കുട്ടികളെ, അമ്മേ, അച്ഛ, ഞാൻ യുദ്ധമുഖത്തേക്ക് പോവുകയാണ്. നമ്മുടെ നാട് സംരക്ഷിക്കാനാണ് യാത്ര. ആ പോരിൽ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി അമ്മ കരയരുത്. എന്റെ അമ്മയായ യുക്രൈനു വേണ്ടി ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. യുക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ വെള്ളം പോലും കിട്ടാതെ വലയുന്നു. ബക്കറ്റിൽ ശേഖരിക്കുന്ന മഞ്ഞുകട്ടകൾ അലിയിച്ചാണ് ഇവർ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. സുമിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. അല്ലേ ഇപ്പോൾ വാട്ടറും ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് സ്റ്റുഡൻസ് ഇപ്പോൾ ചെയ്യുന്നത് പുറത്തുനിന്ന് സ്നോ എടുത്തിട്ട് അത് മെൽറ്റ് ആക്കിയിട്ട് അതങ്ങ് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഞാൻ അയച്ചെന്ന ഫോട്ടോയിൽ മെൽറ്റായ സ്നോ ആണ് അവർ എടുക്കുന്നത്, വാട്ടറി ആയിട്ടിരിക്കുന്നത്. ഇവിടെ വാട്ടറൊന്നും അവൈലബിൾ അല്ല ഇപ്പോൾ വാട്ടറും ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് സ്റ്റുഡൻസ് ഇപ്പോൾ ചെയ്യുന്നത് പുറത്തുനിന്ന് സ്നോ എടുത്തിട്ട് അത് മെൽറ്റ് ആക്കിയിട്ട് അതങ്ങ് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഞാൻ അയച്ചെന്ന ഫോട്ടോയിൽ മെൽറ്റായ സ്നോ ആണ് അവർ എടുക്കുന്നത്, വാട്ടറി ആയിട്ടിരിക്കുന്നത്. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ വെള്ളം പോലും കിട്ടാതെ വലയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.